Hi friends, welcome back. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ടെക് അപ്ഡേറ്റ് ആണ്. പ്രധാനമായിട്ടും പോക്കോ F3 GT, OnePlus Nord 2 രണ്ട് കിടിലം ബ്രാൻഡുകളുടെ കിടിലം ഫോണുകളാണ് ഏറ്റുമുട്ടുന്നത്. സോ ഇതിൽ ഏതാണ് ബെറ്റർ, എന്താണ് എൻ്റെ ഒപ്പീനിയൻസ് ഈ ഫോണിനെ കുറിച്ച്, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ടെക് ന്യൂസിലെ പ്രധാന കാര്യങ്ങൾ. കൂടുതൽ ടെക്നോളജി വാർത്തകളും ഉൾപ്പെടുന്നുണ്ട്. നേരെ വീഡിയോയിലേക്ക്. ഹായ്, അപ്പോൾ നമ്മുടെ ചാനൽ 7 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ഒരു മൈൽ സ്റ്റോൺ കടന്നിരിക്കുകയാണ്. എന്തായാലും ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ആദ്യമായിട്ട് OnePlus Nord 2 ഇന്നലെ ലോഞ്ച് ചെയ്തു. ഇത് ലോഞ്ച് ചെയ്തതിന് മുമ്പേ നമ്മൾ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ദിവസമേ നോഡൊക്കെ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ പറഞ്ഞിരുന്നൊരു കാര്യമാണ്, നോഡ് ഇറങ്ങിയിട്ട് വേണം പോക്കോ F3 GT ഇറങ്ങാൻ. അത് ഇറക്കുന്നത് തന്നെ നോഡിനേക്കാൾ 2000 രൂപ കുറവിലായിരിക്കും. എക്സാക്ട്ലി അങ്ങനെ തന്നെയാണ് ഇറക്കിയിരിക്കുന്നത്. ഇവരുടെ സൈക്കോളജി കുറേശ്ശൊക്കെ നമ്മളും പഠിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നല്ലേ. എന്തായാലും നോഡ് 2വിന്റെ കാര്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. നോഡ് 2 6.43 ഇഞ്ച് വരുന്ന 90 Hz ഫ്ലോയിഡ് ആമോലെഡ് ഡിസ്പ്ലേയുമായിട്ടാണ് വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെ ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ട് പറയാം. സ്റ്റീരിയോ സ്പീക്കറും കാര്യങ്ങളുണ്ട്. മീഡിയാടെക്കിന്റെ ഡയമൻസിറ്റി 1200 എന്ന പ്രോസസ്സറാണ് വരുന്നത്. LPDDR4X റാമും UFS 3.1 സ്റ്റോറേജും ഓക്സിജൻ OS തന്നെയാണ് വരുന്നത്. ഓക്സിജൻ OS 11.3, ആൻഡ്രോയിഡ് 11 ബേസ്ഡ്. 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ, അതേപോലെ 32 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ. 5G ബാൻഡുകൾ ഇഷ്ടം പോലെയുണ്ട്. N41, N78, N40, N41, N78, N28A, N1, N3, N40 അങ്ങനെ ഒട്ടനവധി ബാൻഡുകളും ഈ OnePlus ഫോണിൽ ഉൾപ്പെടുന്നുണ്ട്. മുമ്പ് OnePlus ഫോണുകളിൽ 1-2 ബാൻഡൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഈ OnePlus ഫോണിൽ ധാരാളം 5G ബാൻഡുകളും ഉൾപ്പെടുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെ. എന്തായാലും OnePlusന്റെ Nord 2വിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? 4500 mAh ബാറ്ററിയും 65 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും അതിന്റെ കൂടെ വരുന്നുണ്ട്. പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ 6GB റാം 128GB സ്റ്റോറേജിന് 28,000 രൂപയാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രൈസ് തന്നെയാണ്. 8GB റാം 128GB സ്റ്റോറേജിന് 30,000 വരുന്നുണ്ട്. 12GB വേരിയന്റ് കൂടിയുണ്ട്. 12GB റാം 256GB സ്റ്റോറേജ് 35,000 രൂപയാണ്. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്ത സെയിം പ്രൈസ് തന്നെയാണ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ റൂമറിലൂടെ ഞാൻ ലീക്ക് ചെയ്ത് കൊണ്ടുവന്ന ആ സംഗതി തന്നെയാണ് വന്നിരിക്കുന്നത്. പോക്കോ F3 GT അതെങ്ങനെയുണ്ട്? ഇവർ 28 രൂപയ്ക്കാണല്ലോ ഈ ഫീച്ചറൊക്കെ തരുന്നത്. F3 GTയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.7 ഇഞ്ച് വരുന്ന ടർബോ ആമോലെഡ് ഡിസ്പ്ലേ, 10 ബിറ്റ് ഡിസ്പ്ലേ ആണ്. HDR10 ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന കിഡിലൻ ഡിസ്പ്ലേ ആണെന്നാണ് അവർ പറയുന്നത്. നമുക്ക് ക്വാളിറ്റി ഒക്കെ വരും ദിവസങ്ങളിൽ നോക്കാം. 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റും അതേപോലെ 480 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും പറയുമ്പോൾ മീഡിയാടെക്കിന്റെ 1200 തന്നെയാണ് പ്രോസസ്സർ വരുന്നത്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ഇതിലും വരുന്നുണ്ട്. ഡോൾബി സപ്പോർട്ട് ഒക്കെ ഉണ്ട്. 5G ഇതിനകത്ത് വരുന്നുണ്ട്. ബാൻഡുകളുടെ ലിസ്റ്റ് എനിക്ക് അറിയില്ല എങ്ങനെയാണ് അതിന്റെ അവസ്ഥ എന്നുള്ളത്. ബാൻഡ് കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ പ്രോസസ്സറിൽ എന്തായാലും 10-11 ബാൻഡെങ്കിലും എങ്ങനെ പോയാലും കാണേണ്ടതാണ്. പിന്നെ ഷവമിയുടെ ഫോണുകൾ ഈ പ്രൈസിലൊക്കെ വരുമ്പോൾ കൂടുതൽ ബാൻഡുകളോടെ തന്നെ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള വിവരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഷെയർ ചെയ്യാം. ബാറ്ററി 5065 mAh ആണ്. 67 വാട്ട് ഫാസ്റ്റ് ചാർജിങ്, 64 മെഗാ പിക്സൽ ക്യാമറ, 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറ തുടങ്ങിയ കാര്യങ്ങളാണ് വരുന്നത്. എന്തായാലും ഇതിൽ ഗെയിമിംഗ് ട്രിഗേഴ്സ് മുകളിൽ, അതായത് സൈഡിലായിട്ട് ഗെയിമിംഗ് ട്രിഗേഴ്സ് ഒക്കെ ഉണ്ട് മുകളിൽ. സോ ഗെയിം കളിക്കുന്നവർക്ക് ആ ട്രിഗേഴ്സ് ഒക്കെ യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ലേറ്റൻസി എങ്ങനെ വരും, എന്താണ് അതിന്റെ പെർഫോമൻസ് നമുക്ക് അറിയില്ല. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു ഗെയിമിംഗ് ഫോൺ, ഷവമിയുടെ ഒരു ഫോൺ വരുമ്പോൾ തീർച്ചയായിട്ടും അത് യൂസ് ചെയ്ത് നോക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് എനിക്കുണ്ട്. വരും ദിവസങ്ങളിൽ നമുക്കത് പർച്ചേസ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോഡ് 2 ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഒരു 60,000 രൂപയുടെ റേഞ്ചിലേക്ക് വരുമല്ലേ പ്രൈസ്, രണ്ടും കൂടി പർച്ചേസ് ചെയ്താൽ. സോ ഇതിൽ നമ്മൾ പോക്കോ F3 GT പർച്ചേസ് ചെയ്യാം. നോഡ് 2 ഒഴിവാക്കിയാലോ? നിങ്ങളാണ് പറയേണ്ടത്. അതോ രണ്ടും വേണോ? എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും കമന്റ് ചെയ്യണേ. F3 GT പർച്ചേസ് ചെയ്യാനാണ് ഞാനിപ്പോൾ തൽക്കാലം തീരുമാനിച്ചിരിക്കുന്നത്. സോ എന്തായാലും F3 GTയുടെ പ്രൈസ് കൂടി നമുക്ക് നോക്കാം. 6GB റാം 128GB സ്റ്റോറേജിന് 25,999, അതായത് 26,000 രൂപ. നോഡ് 28,000 രൂപയാണ്. 2,000 രൂപ കറക്റ്റ് കുറവിനാണ് ഇറക്കിയിരിക്കുന്നത്. 8GB റാം 128GB സ്റ്റോറേജിന് 28,000 രൂപയും 8GB റാം 256GB സ്റ്റോറേജിന് 30,000 രൂപയും വരുന്നത്. ബട്ട് ഇവരൊരു ചെറിയ ട്രിക്ക് ഈ അടുത്ത കാലത്ത് ഇവർ അപ്ലൈ ചെയ്ത് വരുന്ന ആ ട്രിക്ക് ഇവിടെയും അവതരിപ്പിക്കുന്നുണ്ട്. ഒരാഴ്ചയായിരിക്കും ഈ പ്രൈസ്. അടുത്ത ആഴ്ച ഒരു 500 രൂപ കൂടും. എല്ലാ ഡിവൈസിനും 500 രൂപ കൂടും. അടുത്ത ആഴ്ച ഒരു 500 കൂടി കൂടും. അങ്ങനെ ആക്ച്വൽ പ്രൈസിലേക്ക് എത്തും. അതായത് ശരിക്കും ഇതിന്റെ വില എന്ന് പറയുന്നത് 26,999 ആണ് ഏറ്റവും കുറഞ്ഞ വേരിയന്റിന്റെ വില. ബട്ട് ഒരു ഇനീഷ്യൽ ഓഫർ എന്ന രീതിയിൽ അവർ 25,999 കൊടുക്കുന്നു. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ആ സംഭവം, നോഡിനേക്കാൾ 2,000 രൂപ കുറച്ച് നിർത്തിക്കൊണ്ട് വാല്യൂ കാണിക്കാനുള്ള പരിപാടി. സംഗതി എന്തോ ആയിക്കോട്ടെ, ഫസ്റ്റ് സെയിലിൽ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് തീർച്ചയായിട്ടും കുറച്ച് ബെറ്റർ ആയ ഒരു പ്രൈസിൽ കിട്ടും. ഇതിന്റെ പ്രീ ഓർഡറും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 24th ജൂലൈ ആണ്. ഫസ്റ്റ് സെയിൽ നടക്കാൻ പോകുന്നത് 26th രണ്ടും 12 മണിക്ക് തന്നെയായിരിക്കും. സോ വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ കാര്യം പോക്കോ F3 GT അങ്ങനെ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വെക്കാം. നോഡിന്റെ സെയിൽ ആണെങ്കിൽ 26-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പ്രീ ഓർഡർ അല്ലെങ്കിൽ ഏർലി ആക്സസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 28-ാം തീയതി ആയിരിക്കും ഓപ്പൺ സെയിൽ. സോ അപ്പോൾ എല്ലാ ഫോണുകളുടെയും സ്പെസിഫിക്കേഷനും അതേപോലെ തന്നെ പ്രൈസും സെയിൽ ഡേറ്റും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഇനി ഇതിൽ ഏതാണ് ബെറ്റർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, പോക്കോ F3 GT തന്നെയാണ് സ്വല്പം ബെറ്റർ ആയ സ്പെക്കും ഡിസൈനും അതേപോലെ അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം പരിഗണിക്കുമ്പോൾ കുറെ കൂടി ബെറ്റർ ആയ ഒരു നല്ല ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ സ്പെക്ക് വൈസ് നമുക്ക് ഉറപ്പായിട്ടും നല്ലത് പോക്കോ F3 GT തന്നെയാണ്.
ഫോണിനെ കുറിച്ച് അറിയാവുന്ന ആർക്കും ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ബട്ട് പെർഫോമൻസ് വൈസ് രണ്ടും ഏറെക്കുറെ തുല്യം തന്നെയാണ്. കാരണം രണ്ടിലും 1200 എന്ന് പറയുന്ന പ്രോസസ്സർ തന്നെയാണ്. സോ ഗെയിമിംഗ് പെർഫോമൻസ് ലെവലിലേക്ക് വരുമ്പോൾ പോക്കോ ഫോണിനേക്കാൾ കുറച്ചുകൂടി സ്മൂത്തായ ഒരു എക്സ്പീരിയൻസ് ഓക്സിജൻ ഓയിസിൽ കിട്ടാറുണ്ട് എന്നുള്ളതാണ് എൻ്റെ അറിവ്. ഞാൻ OnePlus ഫോണിൽ ഉപയോഗിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് കുറച്ചും കൂടി സ്മൂത്തായ ഒരു എക്സ്പീരിയൻസ് നമുക്ക് പലപ്പോഴും ഷവമി ഫോണിൽ കിട്ടുന്ന അല്ലെങ്കിൽ പോക്കോ ഫോണിൽ കിട്ടുന്നതിനേക്കാൾ ഓക്സിജൻ ഓയിസിൽ കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം പോക്കോ ഫോൺ വാങ്ങിയിട്ട് ചില സുഹൃത്തുക്കൾ അതിലത്തെ UI എടുത്ത് കളഞ്ഞിട്ട് ഓക്സിജൻ ഓയിസ് കയറ്റിയിട്ട് ഗെയിം കളിക്കുന്നത്. സോ അങ്ങനെ ചിലർ ചെയ്യുന്നത് ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല. ബട്ട് അത് ചെയ്യാവുന്നതാണ്. പോക്കോ അത് അലോ ചെയ്യുന്നുണ്ട്. സോ നോ ഇഷ്യൂ. ബട്ട് ഓവറോൾ ഈ രണ്ട് ഫോണും നന്നായിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇതൊക്കെ എങ്ങനെയുണ്ട് റിയൽ ലൈഫിൽ ഈ ഗെയിമിംഗ് ട്രിഗേഴ്സ് എങ്ങനെയുണ്ട് പെർഫോം ചെയ്യുന്നതെന്ന് വരും ദിവസങ്ങളിൽ ഞാൻ കാണിച്ചു തരാം. സോ ആ ഒരു വിഷയം കഴിയാണ്. ഇനി പുതിയ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IQ7 പുതിയ കളർ വേരിയന്റ് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം മോൺസ്റ്റർ ഓറഞ്ച്. എങ്ങനെയുണ്ട് ഈ കളർ? ഓറഞ്ച് കളറിലൊരു ഫോൺ നന്നായിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാം. വേറെ യാതൊരു വ്യത്യാസമില്ല. സെയിം സംഭവം തന്നെ, സെയിം പ്രൈസ് തന്നെ, കളർ മാത്രം പുതിയത്. എങ്ങനെയുണ്ട്? ഇനി അടുത്തൊരു വിഷയം എന്ന് പറയുന്നത് പോക്കോ F3 GT ഈ ഒരു ഫോൺ K40 റീബ്രാൻഡ് ആയിരിക്കും, ഇത് വരും എന്നൊക്കെ നമ്മൾ കേട്ടിരുന്നു, പറഞ്ഞിരുന്നു, വന്നു. ഓക്കെ, പോക്കോ X3 GT എന്നൊരു ഫോൺ കൂടി വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സംഗതി പക്ഷേ ആ ചൈനയിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്ന ഒരു ഫോണിന്റെ റീബ്രാൻഡ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ സംഗതി കൂടി കൺഫേം ആവുകയാണ്. ഗ്ലോബലിലേക്ക് ഇത് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് പോക്കോ X3 GT. ഇതിന്റെ ചില പരസ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. 28-ാം തീയതിയാണ് ഇതിന്റെ ലോഞ്ച് വെച്ചിരിക്കുന്നത്. ഇന്ത്യയിലല്ല, പുറമെയാണ്, മലേഷ്യ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. 6.6 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് LCD ഡിസ്പ്ലേ, 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ്, ഡയമൻസിറ്റി 1100 SoC ആണ് വരുന്നത്. 8GB റാമൊക്കെയുള്ള ഫോണിൽ 64 മെഗാ പിക്സലിന്റെയാണ് മെയിൻ ക്യാമറ, 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ, 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്. സോ ഇങ്ങനെയുള്ള ഘടകങ്ങളാണ് പോക്കോ S3 GTയും. തീർച്ചയായിട്ടും ഒരു മികച്ച ഫോൺ തന്നെ ആയിരിക്കും. എന്തായാലും വരട്ടെ. ഇന്ത്യയിലേക്ക് താമസിയാതെ വരുമെന്നാണ് കേൾക്കുന്നത്. പക്ഷെ എപ്പോഴാണെന്നുള്ളൊരു ഐഡിയ നമുക്ക് ഇപ്പോഴേ കിട്ടിയിട്ടില്ല. F3 GT വന്നിട്ടല്ലേ ഉള്ളൂ. ഇതിന്റെ ഒരു ചൂടൊക്കെ മാറി കഴിയുമ്പോൾ അടുത്ത ചൂടപ്പുമായിട്ട് അവർ വരും. ഇനി ഇന്നത്തെ അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് മൈക്രോമാക്സിന്റെ പുതിയ ഫോൺ വരുന്നു. ഇൻ 1Bക്ക് ശേഷം ഇൻ 2B ആയിട്ടാണ് വരുന്നത്. പ്രധാന സ്പെസിഫിക്കേഷൻ 6.5 ഇഞ്ച് വരുന്ന HD പ്ലസ് IPS LCD ഡിസ്പ്ലേ ആണ്. യൂണിസോക്ക് T610 SoC ആണ് പറയുന്നത്. സോ ഇത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. 13+2 മെഗാ പിക്സൽ റിയർ ക്യാമറയും 8 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയൊക്കെയാണ് പറയുന്നത്. 5000 mAh ബാറ്ററിയും 10 വാട്ട് ചാർജിംഗ് ഒക്കെയാണ് ഈ ഫോണിൽ ഉണ്ടാവുക. G35 വെച്ചിട്ടൊരു ഫോൺ വരിക, അതിനേക്കാൾ പവർ കുറച്ചിട്ട് അടുത്ത വെർഷൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ചിലപ്പോൾ ഇനി പ്രൈസ് കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവുമോ? നമുക്ക് നോക്കാം. എന്തായാലും 30-ാം തീയതിയാണ് ഇതിന്റെ ലോഞ്ച് എന്നാണ് കരുതുന്നത്. ഇനി അടുത്തൊരു കാര്യം, ഫ്ലിപ്കാർട്ടിന്റെ ഓഫറുകൾ വരുന്നു. ഓഫർ ടൈം വരികയാണ് 25-ാം തീയതി തൊട്ട് 29-ാം തീയതി വരെയാണ് ഈ ഒരു ടൈം. ബിഗ് സേവിംഗ് ഡേയ്സ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ആ ഒരു ടൈമിൽ ഐഫോൺ 12-നൊക്കെ 67,999, 79,999 ഉള്ള ഫോൺ 67,999 പറയപ്പെടുന്നത്. ഐഫോൺ SEക്കും മോട്ടോറോള റൈസറിനും ഒക്കെ ഗംഭീര ഓഫറുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതേപോലെ തന്നെ ആമസോണിലും ഓഫറുകൾ വരുന്നുണ്ട്. 26-27 ഡേയ്സിലാണ്, അതായത് പ്രൈം ഡേ ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് ഒരുപാട് ദിവസമൊന്നുമില്ല, 26-27 രണ്ട് ഡേറ്റിൽ മാത്രമുള്ള ആമസോണിൽ. ചിലപ്പോൾ അത് വരുമായിരിക്കും അടുത്ത ദിവസങ്ങളിൽ. ബട്ട് എന്തായാലും ഇപ്പോൾ 26-27 ഓഫറുകൾ ആമസോണിൽ വരുന്നുണ്ട്. സോ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഓഫറുകൾ വരുന്നുണ്ട്. ഓഫറുകൾ അനുസരിച്ച് ഫോണുകൾ വാങ്ങിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഈ ഡേറ്റുകൾ നോട്ട് ചെയ്ത് വെക്കുക. നല്ല രീതിയിൽ ആ ഓഫറുകളൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഹിഡൻ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവും, അത് വായിച്ച് നോക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക. ട്രാപ്പിൽ പോയി പെടാതിരിക്കുക. ഇനി അടുത്തൊരു കാര്യം, റിയൽമിയുടെ മാഗ് ഡാർട്ട് വരുന്നു. ആപ്പിളിന്റെ മാഗ് സേഫ് കേട്ടിട്ടില്ലേ? അതുപോലെ മാഗ് ഡാർട്ട്, വ്യത്യസ്തമായ പേരിൽ വ്യത്യസ്തമായ ഒരു ടെക്നോളജിയുമായിട്ട് റിയൽമി വരികയാണെന്ന് വിചാരിക്കേണ്ട. ഏറെക്കുറെ ആപ്പിളിന്റെ കോപ്പി അടി തന്നെ. ഇവന്മാർക്ക് ഇത് തന്നെ പരിപാടി. ഇതാ കഴിഞ്ഞ ദിവസം Reno 6 ഡിസൈൻ കോപ്പി അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പറയില്ല, അവർ ഇന്നോവേറ്റീവായിട്ട് കണ്ടുപിടിച്ച ബോക്സി ഡിസൈൻ ആണത്. നിങ്ങളതിന് ആപ്പിളിന്റെ കോപ്പി അടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മാഗ് ഡാർട്ട് അവർ കണ്ടുപിടിച്ചൊരു പേരാണ്. മാഗ് സേഫിന്റെ കോപ്പി അടിയൊന്നും അല്ല. അങ്ങനെയൊന്നും റിയൽമി ചെയ്യുമെന്ന് വിചാരിക്കേണ്ട. എന്തായാലും 15 വാട്ടിന്റെ വയർലെസ് ചാർജറാണ്. മാഗ്ഡാട്ട് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. നല്ല സ്റ്റൈലിഷായ, കാണാൻ ഭംഗിയുണ്ട്. എന്തായാലും സ്റ്റൈലിഷായ വയർലെസ് ചാർജിങ്ങുകളുമായിട്ട് റിയൽമി വരികയാണ്. എല്ലാവരും എന്താ ഇങ്ങനെയല്ലേ? കോപ്പിയടി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കോപ്പിയടി എന്ന് പറയുമ്പോഴും അവർ നല്ല രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. റിയൽമിയുടെ ഫോണുകളായാലും പ്രൊഡക്റ്റുകളായാലും ഒക്കെ നല്ല ക്വാളിറ്റിയാണ്. ഞാൻ എന്തായാലും അവരുടെ ഇയർബഡുകളും വാച്ചുകളും എല്ലാം കൊണ്ടുവന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നുണ്ട്. അതൊക്കെ എങ്ങനെയുണ്ട്? ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. റിയൽമി ബഡ് എങ്ങനെയുണ്ട്, റിയൽമി വാച്ച് എങ്ങനെയുണ്ട്, റിയൽമി നെക്ക് ബാൻഡ് എങ്ങനെയുണ്ട്. ഇതെല്ലാം പുതിയ ഐറ്റംസ് നമ്മൾ കളക്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതൊക്കെ കൊണ്ടുവന്ന് നമ്മൾ യൂസ് ചെയ്ത് നോക്കി അതിന്റെ റിവ്യൂസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. ഓവറോൾ എല്ലാവരും നല്ല അഭിപ്രായമാണ് ഇവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റ് ഫോണുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള മറ്റ് കാറ്റഗറി നമ്മൾ അങ്ങനെ കൈവച്ചിട്ടില്ല. സോ അതുകൊണ്ട് അതൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് അതിന്റെ ഒപ്പീനിയൻസ് ഷെയർ ചെയ്യും വരും ദിവസങ്ങളിൽ. 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ അതിന്റെ അതൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. റിയൽമി ഓൾറെഡി ഒരു ഗുഡ് ബ്രാൻഡ് തന്നെയാണ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ന്യൂസ് എന്ന് പറയുന്നത് സാംസങ്ങിന്റെ ഗാലക്സി ഫോൾഡ് വരുമ്പോൾ IPX8 വാട്ടർ റെസിസ്റ്റന്റ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഫോൾഡിംഗ് ഫോണിനകത്തും വാട്ടർ റെസിസ്റ്റൻസ് സംവിധാനങ്ങളാണ് വരാൻ പോകുന്നത്. IPX8 ആണ് കേട്ടോ, IP68 അല്ല. അതായത് ഡസ്റ്റ് റെസിസ്റ്റൻസ് ഇല്ല. 6 എന്ന് പറയുന്നത് ഡസ്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ 6 ഇല്ല, അവിടെ ക്ലോസ് ആണ്. അതായത് X ആണ് കിടക്കുന്നത്, അത് ഇല്ലെന്നർത്ഥം.
സോ 8 മാത്രമേ ഉള്ളൂ. അത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. സോ വെള്ളം തട്ടിയാലൊന്നും പ്രശ്നമില്ലാത്ത രീതിയിലാണ് തവണ ഫോൾഡ് അവർ കൊണ്ടുവരാൻ പോകുന്നത് എന്നാണ് കേൾക്കുന്നത്. ഒഫീഷ്യലി അവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സോ എന്തായാലും വാട്ടർ സ്റ്റിൻ്റ് ഒക്കെ ആയിട്ടാണ് ഈ ഫോൺ വരാൻ പോകുന്നത്. മിക്കവാറും അടുത്ത ജനറേഷനിൽ 6-8 അല്ലെങ്കിൽ അതിൽ കൂടിയ സംവിധാനത്തിലൊക്കെ ചിലപ്പോൾ ഫോൾഡ് വന്നേക്കും. കൂടിയ സംവിധാനം എന്ന് ഉദ്ദേശിച്ചത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾ ടെക്നോളജി വരുമായിരിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും ഫോൾഡൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടാണ് വരാൻ പോകുന്നത്. 11-ാം തീയതിയാണ് ലോഞ്ച്. അൺപാക്ക് ഗാലക്സി അൺപാക്ഡ് അല്ലെങ്കിൽ സാംസങ് ഗാലക്സി അൺപാക്ക് ഇവന്റ് എന്നൊക്കെ പറയുന്നത് 11-ാം തീയതിയാണ്. സോ അന്നേക്ക് നോക്കിയിരിക്കാം അവരുടെ പുതിയ ഇന്നോവേഷൻ എങ്ങനെയുണ്ടെന്നുള്ളത്. സോ പത്രമാണ് ഒരു ചെറിയ ടെക് ന്യൂസ് അപ്ഡേറ്റ്. കൂടുതൽ ടെക്നോളജി വാർത്തകളും മറ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം.